കേരളക്കരയിലെ ആരോഗ്യ മേഖലയെ ആശങ്കപ്പെടുത്തുന്ന ന്യൂസുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷിഗല്ല എന്ന മഹാമാരി കേരളത്തിൽ പലയിടത്തും വ്യാപിച്ചിരിക്കുന്നു. 4 വയസ്സുകാരൻ്റെ പോലും മരണം സംഭവിച്ചിരിക്കുന്നു. എന്നാൽ എന്താണ് ഷിഗല്ല? ഷിഗല്ല സാംക്രമിക രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ്. അതുമൂലം ഉണ്ടാകുന്ന രോഗത്തെ ഷിഗല്ലോസിസ് എന്ന് വിളിക്കപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? കലശലായ പനി, വയറുവേദന, വയറിളക്കം, മലത്തിലൂടെ രക്തം പോകൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ സർവ്വസാധാരണമാണ്. കൊച്ചുകുട്ടികൾക്ക് പലപ്പോഴും ചുഴലി അഥവാ സീഷർ പോലെയുള്ള ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമെന്ന് പറയുന്നത് ഷിഗല്ല രോഗാണുക്കൾ പകരപ്പെടുന്നത് മനുഷ്യ വിസർജ്യത്തിലൂടെയാണ്. ഈ മനുഷ്യ വിസർജ്യം ഭക്ഷണ പദാർത്ഥത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലരുന്നത് മൂലമാണ് പെട്ടെന്നുള്ളൊരു ഷിഗല്ല രോഗം പിടിപെടുന്നത്. ഷിഗല്ലയെ എങ്ങനെ പ്രതിരോധിക്കാം? സുരക്ഷിതമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണവും വെള്ളവും സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഒഴിവാക്കുക. ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഏറ്റവും ചുരുങ്ങിയത് നല്ല രീതിയിൽ തിളപ്പിച്ച് ആറ്റി മാത്രം നമ്മൾ കുടിക്കുക. ജലം സാധ്യമെങ്കിൽ അത് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യുക, അണുവിമുക്തമാക്കുക. അതിനായി നമുക്ക് കെമിക്കൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ UV ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പാലിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡ്രീംലൈറ്റ് വാട്ടർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സാമൂഹിക വിഷയമാണ്, ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അറിവ് മാത്രമായിട്ട് നിങ്ങൾ എടുക്കുക. കൂടുതൽ ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തോറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനുകളെ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരയ്ക്കും ഒരു ചെറിയ ഇടവേള വെറുതെ ഇരിക്കുവാനല്ല, നന്മ ചെയ്യുക. താങ്ക് യു. സീ യു അഗൈൻ.